നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി നഗരമധ്യത്തിൽ അർദ്ധരാത്രിയിൽ നടന്നൊരു കൊലപാതകം. അതും രണ്ട് സുഹൃത്തുക്കൾ ഒന്നിച്ച് വീട്ടിൽ നിന്ന് മദ്യപിക്കുന്നതിനിടെ പച്ചാളത്താണ് യുവാവിനെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പച്ചാളം സ്വദേശിയായ ആൽ ജൂഡാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് സിനോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പച്ചാളം SRM ക്രോസ് റോഡിലെ സിനോഷിന്റെ വീടിന്റെ മുകൾ നിലയിലാണ് മൃതദേഹം കണ്ടത്. ഒരുമിച്ച് മദ്യപിക്കുമ്പോഴുണ്ടായ തർക്കത്തെ തുടർന്ന് ഫ്രൈങ് പാൻ കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇവിടെ വന്ന് മദ്യപിച്ചു പോകുന്ന ഒരാളായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ പരിസരവാസികളുടെ പരാതികളെല്ലാം നിലവിലുണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വന്ന് മദ്യപിക്കുകയും അങ്ങനെ ബഹളം ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ ഉണ്ടായത് അറിയില്ല. ഇന്നലെ ഇവിടെ ആൾക്കാർ 4-5 ആൾക്കാർ ഉണ്ടായിട്ടാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൈങ് പാനും കാര്യങ്ങളും ഇപ്പോൾ ഇരിപ്പുണ്ട്. അത് വെച്ച് അടിച്ച് കൊലപ്പെടുത്തിയായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. സ്ഥിരം പ്രശ്നങ്ങൾ പുള്ളി മദ്യപിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. ശല്യം എന്ന വീടുകളിൽ കയറിയിട്ട് ചെറിയ മോഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന വ്യക്തിയാണ്. ചെറിയ മാങ്ങോരക്കലും അങ്ങനത്തെ ഒരു ഇതൊക്കെ. പോലീസ് അതിന്റെ ഇൻക്വസ്റ്റ് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ 3-4 ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് അതിനിടയിൽ ജൂഡെന്ന് പറയുന്ന ആളെയാണ് ഫ്രൈങ് പാൻ കൊണ്ട് അടിച്ച് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്, പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും കാര്യങ്ങളും ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകും. അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പിടിച്ച് കസ്റ്റഡിയിലുണ്ട്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, സുഹൃത്തുക്കളായ ആൽജൂഡും സിനോഷും പതിവായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നവരാണ്. ഇതുപോലെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും, വാക്കുതർക്കമുണ്ടാകും. പക്ഷെ ഇത് ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നു. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു ഈ സംഭവം? എങ്ങനെയാണ് ഈ കൊലപാതക വിവരം പുറത്തു വന്നത്? ടോമ, ഇരുവരും അത്ര ഒരു നല്ല സാഹചര്യങ്ങളിലുള്ളവരല്ല. ക്രിമിനൽ കേസുകളടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കെതിരെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കൊരു സംഘമുണ്ട്. അത് പലപ്പോഴും ഈ മദ്യപാനത്തിന് വേണ്ടി കൂടുന്ന ഒരു കൂട്ടമെല്ലാം തന്നെ ഇവർക്കൊപ്പമുണ്ട്. ഇവരൊരു സാഹചര്യങ്ങളെന്ന് പറയുന്നത് ചുറ്റുപാടുകളിൽ നിന്ന് ചിലപ്പോഴെങ്കിലും മോഷണം നടത്തുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ മാങ്ങയോ മറ്റു കാര്യങ്ങളോ വീട്ടിൽ കാഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ അത് കയറി പറിച്ചുകൊണ്ട് പോരുക, ഞങ്ങളിത് എടുത്തു എന്ന് പറയുക, ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോവുക. ഇത് വിറ്റ് പണം ഉണ്ടാക്കിയിട്ട് അതിന് ആകെ ഒരു ഉദ്ദേശമുള്ളൂ, മദ്യം വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനുവേണ്ടി പണം സ്വരൂപിക്കുക, കുടിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. സിനോഷിൻ്റെ വീടിൻ്റെ, അതായത് ഇയാളുടെ വീട് ഭാഗം കിട്ടിയതാണെന്നാണ് പറയുന്നത്. അതിന് താഴെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്, ഇതര സംസ്ഥാനക്കാർക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. മുകളിലാണ് ഇവർ സ്ഥിരം തമ്പടിക്കുന്ന സ്ഥലങ്ങളെന്നെല്ലാം തന്നെ പറയാവുന്ന ഇടങ്ങൾ. അവർ പലപ്പോഴും ഇവരോട് ഒത്തുകൂടുന്നു. അങ്ങനെയുള്ള തർക്കങ്ങളെല്ലാം തന്നെ പതിവ് സാഹചര്യത്തിൽപ്പെട്ടതാണ്. ആളുകൾ ആ രീതിയിൽ തന്നെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഈ തർക്കം മുറുകയും ഇന്നലെ 2 കൂടുതൽ പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. സിനോഷിൻ്റെ മദ്യലഹരി വിട്ടപ്പോൾ പോലീസിനോട് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അവിടെ വാക്കുതർക്കം ഉണ്ടായപ്പോൾ അവിടെ അടുത്തുണ്ടായിരുന്ന ഫ്രൈയിങ് പാൻ ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ തലക്കടിക്കുകയായിരുന്നു. തൽക്ഷണം മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾ മരണപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ആ സമയത്ത് ഈ മദ്യലഹരിയിലായിരുന്നു കൊണ്ട് സിനോഷിനും സുഹൃത്തുക്കൾക്കും ഒന്നും മനസ്സിലായില്ല. പിറ്റേന്നും ഇവിടെ ഈ ബഹളങ്ങളുണ്ടായി എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലർ പോലീസിൽ ഇത്തരം വിവരങ്ങൾ, ബഹളം നടന്നു എന്ന വിവരങ്ങൾ അറിയുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് പോലീസ് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അപ്പോഴും ഈ സിനോഷ ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു. പോലീസ് വരുമ്പോൾ അയാൾ പോലീസിനോട് പറയുന്നു, ഇത് താൻ തന്നെ ചെയ്തതാണ്, ഇന്നലത്തെ കുടിയിൽ പറ്റിയതാണ് എന്ന് അയാൾ പോലീസുകാരോട് കുറ്റസമ്മതം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തുക്കൾ, പതിവായി കൂടുന്നവർ, അല്ലാത്തവരെല്ലാവരെയും തന്നെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് മാത്രമാണോ കാര്യം, മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും സിനോഷിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകാതെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ സുഹൃത്തുക്കളാണ്. ഇവരുടെ ഒരു ജീവിത രീതിയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കയ്യിൽ കിട്ടുന്നത് എടുക്കുക, അത് ഉപയോഗിച്ച് അത് വിറ്റോ പണമുണ്ടാക്കുക, തുടർന്ന് മദ്യം വാങ്ങിക്കുക എന്നതാണ്. അവർ അറിയാനായിട്ട് സാധിക്കുന്നത്. അവിടെ അന്വേഷിക്കുമ്പോൾ നാട്ടുകാർ കൊണ്ടുവന്ന് വയ്ക്കുന്ന വേസ്റ്റ്
കൈമാറുന്ന രീതിയുണ്ടല്ലോ, അതെല്ലാം തന്നെ അത് ഇവരെടുത്തിട്ട് ആളുകളോട് പൈസ വാങ്ങിക്കും. പക്ഷെ ഇതെല്ലാം പൊതുനിരത്തിൽ ഉപേക്ഷിക്കുന്നതാണ് ചെയ്യുന്നത്. ഒരു ചെറിയ രീതിയിലൊരു ഗുണ്ടായിസം രീതിയിലെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തി മുന്നോട്ട് പോകുന്നവരൊക്കെ തന്നെയായിരുന്നു എന്നാണ് പോലീസ് അടക്കം ആ കാര്യങ്ങൾ പറയുന്നത്. ഏതായാലും അവരുടെ ആ കൂട്ടത്തിൽ, അതായത് ഈ നാട്ടുകാർ ഉൾപ്പെടെ ഇവരെക്കുറിച്ച് പറഞ്ഞ കാര്യവും അത് തന്നെയല്ലേ, ഒരു സാമൂഹ്യ വിരുദ്ധരാണ്, നാട്ടുകാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പതിവായി കവർച്ച, മറ്റ് ലഹരി, മദ്യപാനം, അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രണ്ടുപേരാണ് ഈ സുഹൃത്തുക്കൾ, ഈ ജൂഡും സിനോഷും. ഒരുപക്ഷെ ഈ ഇവരുടെ ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതല്ലേ ഡാനി? ഇങ്ങനൊരു പതിവായി ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ, സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ, നാട്ടുകാർക്കൊരു പതിവായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നവരാണോ രണ്ടുപേരും? രണ്ടുപേരും നാട്ടുകാർക്ക് പതിവായി ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നവരാണ്, ഒരു സംശയവുമില്ല. കാരണം ആളുകൾ ചുറ്റുപാട് ചോദിക്കുമ്പോൾ രണ്ടുപേരെക്കുറിച്ചും ഈ രീതിയിൽ തന്നെയാണ് അഭിപ്രായം പറയുന്നത്. ആ സ്ഥലം കൗൺസിലർ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഇവരെ കണ്ടു പൊറുതിമുട്ടി എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പലർക്കെതിരെയും ഇത്തരം പരാതികൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നവരാണ്. ഒപ്പം ഇവരുടെ സാഹചര്യങ്ങൾ, മറ്റു ചുറ്റുപാടുകൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ റെയിൽവേ ലൈനോട് ചേർന്നുള്ള ഒരു ഭാഗങ്ങൾ, നേരത്തെ വടുതല പച്ചാളം ഭാഗങ്ങളിലെല്ലാം തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് വളരെ കൂടുതലുള്ള ഇടങ്ങളായിട്ട് തന്നെയാണ് നോർത്ത് പോലീസിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ലഹരി മരുന്ന് ഉപയോഗം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ കാരിയർ ആയിരുന്നു എന്ന് എല്ലാം തന്നെ പറയുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ പോലീസ് സ്ഥിരീകരിക്കേണ്ടതാണ്. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിനെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വാക്ക് തർക്കത്തിൽ ഒരാൾ മരണപ്പെടുകയാണോ ഉണ്ടായത്, അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇന്ന് DCP ക്രൈം ഉൾപ്പെടെയുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ വരികയും ചെയ്തിരുന്നു. കാരണം നഗരമധ്യത്തിൽ നടക്കുന്ന ഒരു കൊലപാതകമാണ്. നമുക്കറിയാം, ഈ അടുത്തിടെ കൊച്ചിയുടെ ഈ തെരുവിൽ പലപ്പോഴായിട്ട് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും മരണങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് ഇത്തരം ഒരു ക്രൈം നടക്കുന്നത്? ഇതിൽ ലഹരിക്കടിമപ്പെട്ട് ഉള്ളവരാണോ ഇത്തരം തർക്കങ്ങളിലേക്ക് നീങ്ങുകയും പിന്നീട് കൊലപാതകങ്ങളിലേക്ക് ആയിത്തീരുകയെല്ലാം തന്നെ ചെയ്യുന്നതെന്നെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു കൊലപാതകത്തിൽ ഈ സിനോഷിന് മാത്രമാണോ പങ്കുള്ളത്? ഇരുവരും മാത്രമായിരുന്ന സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നതോ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ? അതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ടോ? ടോം, മദ്യപിച്ചിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാത്രമല്ല, മറ്റ് ചില സുഹൃത്തുക്കൾ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നാണ് സിനോഷിൽ നിന്നും അതോടൊപ്പം തന്നെ അവിടെ പരിസരവാസികളിൽ നിന്ന് ചോദിച്ചറിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഇവർ രണ്ടുപേരും മാത്രമല്ല ഒത്തുകൂടാറുള്ളത്, മറ്റു ചിലർ കൂടി അവിടേക്ക് എത്താറുണ്ട് എന്നതാണ്. കാരണം ഇത് പണം പിരിച്ച് ഒരു കുപ്പി വാങ്ങിച്ച് നടത്തുന്ന പരിപാടികളാണ്. അവർ ഒരു കുപ്പി തികച്ച് വാങ്ങിക്കാനായിട്ട് രണ്ടിനും പറ്റാതെ വരുമ്പോഴാണ് കൂടുതൽ പേരുടെ സഹായം തേടുന്നത്. ഏതായാലും അവരെല്ലാവരും കൂടി ചേർത്ത് വെച്ചാണ് ഇത്തരം പലപ്പോഴും മദ്യപാനം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ സഹകരിച്ച പലരും തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്? സിനോഷ് ഏതാണ്ട് അത്തരം 2 പേരുകൾ കൂടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അവർ ഈ തർക്കം മുറുകിയപ്പോൾ ഇവർ തമ്മിലുള്ളൊരു വാക്ക് തർക്കങ്ങൾ, അത് പതിവ് സംഭവങ്ങളാണ്. ചിലപ്പോൾ ഇവർ തന്നെ അതിൻ്റെ ടെറസിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ ആ എല്ലാം കരുതിയാണ് അവർ പലരും, ഈ 2 പേരും നേരത്തെ തന്നെ അവിടെ നിന്ന് പോയി എന്നതെല്ലാം തന്നെയാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആധികാരികമായിട്ട് അത് പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ളൊരു പരിശോധന നടക്കുകയാണ്. ഏതായാലും സിനോഷിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരമധ്യത്തിലാണ് മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. അതിനിടെ ഒരാൾ കൊല്ലപ്പെടുന്നു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. 2 പേരും ലഹരിക്കടിമകളാണ്, പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. തുടർച്ചയായി അവിടെ അക്രമ സംഭവങ്ങൾ നടത്തുന്നു, മോഷണം നടത്തുന്നു. നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്ന സാമൂഹ്യ വിരുദ്ധരായിരുന്നു ഈ കൊല്ലപ്പെട്ട ജൂഡും കൊലയാളി സിനോഷും. സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം മലയൻകീഴിലേക്കാണ്. മലയൻകീഴിൽ BJP വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം. മലയൻകീഴ്
അണപ്പാട് വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് 3-അംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ കേസ് പ്രതിയുമായ ഹേമന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ചന്ദ്രലേഖ പറഞ്ഞു. ഉത്സവ പരിപാടിക്കിടെ ചന്ദ്രലേഖയുടെ മകളുടെ ദൃശ്യങ്ങൾ പ്രതിയായ ഹേമന്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് സഹോദരൻ തടഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിച്ചിരുന്നു. ആ ഗാനമേളയോട് പാട്ട് നടക്കുമ്പോൾ തന്നെ സ്റ്റേജിന് പുറത്തായിട്ട് ഡാൻസ് കളിച്ചിരുന്നു. ആ സമയത്ത് അന്തീർകുണത്ത് താമസിക്കുന്ന ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേനും എൻ്റെ മോൻ പറഞ്ഞ് എൻ്റെ സഹോദരിമാരാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് സമയം അവൻ മിണ്ടാതെ നിന്നതിന് ശേഷം വീണ്ടും അവൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ചേട്ടാ എടുക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് വെച്ചു. ആ സമയത്ത് ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട എൻ്റെ മോൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു വിലക്കി അവനെ ഹേമന്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ടും തുടർന്ന് എൻ്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ഫ്രണ്ടിൽ വാതിൽ കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്ന് പുറത്ത് വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയും കൊച്ചുകുട്ടൻ എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കറുത്ത ഗുണ്ടയും കൂടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്നോട് എൻ്റെ മോനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, എവിടെയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയണം, പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വന്ന് ഇവിടെ നിന്ന് എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും പറ്റില്ല എന്ന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞതിനെ തുടർന്ന് നിന്റെ മോളെ കൊല്ലോടി എന്ന് പറഞ്ഞ് എന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അരയിൽ നിന്ന് വടിവാളൊക്കെ ഊരിയെടുത്ത് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ തള്ളിയിടുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് കയ്യിൽ നിന്ന് വീണ്ടും ഒരു ചുരുക പോലത്തെ ഒരു ചെറിയ പിച്ചാത്തിൽ എൻ്റെ ഡ്രസ്സെല്ലാം അങ്ങനെ കുത്തിപ്പറിച്ച് ഇവിടെ എല്ലാം കീറിയിട്ടുണ്ട്. എന്നെ കുത്തിപ്പിടിച്ച് കഴുത്തിലെല്ലാം കുത്തിപ്പിടിച്ച് തള്ളിയിരുന്നു. ഞാൻ മുറിവുണ്ട്, ചെറിയ മുറിവുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ ക്രിമിനൽ സംഘങ്ങളെ കൊണ്ട്, ലഹരി മാഫിയെ കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. അവരുടെ മകൾക്ക് നേരെ ക്ഷേത്രത്തിൽ വെച്ച് അതിക്രമം കാട്ടാൻ ശ്രമിക്കുന്നു, ഫോണിൽ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നു. അത് തടഞ്ഞപ്പോൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു, വലിയ പരാക്രമം നടത്തുന്നു. എന്താണ് സംഭവിച്ചത്? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന മലയൻകീഴ് ഒരു സംഭവം ഉണ്ടാകുന്നത്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗമായ ചന്ദ്രലേഖയുടെ വീട്ടിൽ, അടപ്പാട് പഞ്ചായത്ത് അംഗമാണ് ഈ പറയുന്ന ചന്ദ്രലേഖ, അവരുടെ വീട്ടിലാണ് ഈ 3-അംഗ സംഘം, അവിടെയുള്ള നിരവധി കേസിലെ കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെയായ നിരവധി കേസിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഹേമന്ത് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് ഈ പറയുന്ന വീട്ടിലെത്തുന്നതും ഈ പറയുന്ന അതിക്രമം നടത്തുന്നത്. അവരുടെ മാരകായുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തി ഉള്ള ഒരു ആക്രമണമാണ്. വീടിന് നേരെയും ആക്രമണം നടത്തി എന്നുള്ളതൊക്കെയാണ് പരാതിയിൽ ഉയർന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറയുന്ന മലയൻകീഴ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഈ പറയുന്ന ചന്ദ്രലേഖയുടെ മകളുടെ നൃത്ത പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന സംഘത്തിൽപ്പെട്ട ആൾക്കാർ ഫോട്ടോ എടുക്കുകയായിരുന്നു, വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തിരുന്നു ഈ ചന്ദ്രലേഖയുടെ മകൻ. അതുമായുള്ള ഒരു തർക്കമാണ് ഈ പറയുന്ന വിഷയത്തിലേക്ക് എത്തുന്നത്. അന്ന് നേരിയ സംഘർഷം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായി എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇതേ തുടർന്നാണ് ഇതിനെ ചൊല്ലിയുള്ള തർക്കവും ഈ വൈരാഗ്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം വീട്ടിൽ എത്തിയായിരുന്നു ഈ ഒരു അതിക്രമം. പറയുന്ന അവരുടെ പരാതിയിനനുസരിച്ച് കഴുത്തിൽ കത്തി ഉൾപ്പെടെ വാൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മലയൻകീഴ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹേമന്ത് ഒഴികെ 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നുള്ളൊരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, ഇതിനു മുൻപ്, അതായത് ഈ പറയുന്ന ഗുണ്ടാ നേതാവ് സ്ഥിരമായി നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. നാട്ടുകാർക്കെല്ലാം ഒരു പേടി സ്വപ്നമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലല്ലോ. കാപ്പ കേസ് പ്രതിയായിട്ട് പോലും
ഇയാൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടി ആവശ്യമല്ലേ? പ്രത്യേകിച്ചും ഇത്തരമൊരു സംഭവം ഒരു വീട്ടിൽ കയറി ഈ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം കാണിച്ചൊരു പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാരണം പോലീസ് കാപ്പ ചുമത്തി ജയിലിലടക്കേണ്ട ഒരു സാഹചര്യമില്ലേ? ആ രീതിയിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഈ പരാതിയിൽ ഉയരുന്ന പ്രധാന ആവശ്യവും. കാരണം ഈ പറയുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രലേഖയുടെ മകനെ പോലും സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മകനെ ആക്രമിക്കും, മകനെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു ആക്രോശം ഈ ഭാഗത്തുനിന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. അതേ തുടർന്ന് ഇവർ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന ചന്ദ്രലേഖയുടെ മകനെ സ്ഥലത്ത് നിന്ന് മാറ്റിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും മകനെ അന്വേഷിച്ചെത്തിയതായിരുന്നു ഈ പറയുന്ന സംഘം എന്നാണ് ഇവരുടെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു ഈ ഒരു ആക്രമണം. വീടിന്റെ ജനൽ ചിലകൾ ഉൾപ്പെടെ അടിച്ചു തകർത്ത് പൂർണ്ണമായ ഒരു നാശം വരുത്തിയ ഒരു സംഭവം ആണ് ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ആൾക്കാരെ നിയന്ത്രണ വിധേയമാക്കി അതിനൊരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ഈ പറയുന്ന പരാതിയിൽ, ചന്ദ്രലേഖയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ? മാത്രമല്ല ഒരു BJP വാർഡ് മെമ്പർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യമാണ് ഉള്ളത്. എന്താണ് BJPയുടെ നിലപാടെന്താണ്? ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടോ? മാത്രമല്ല പ്രതിയെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്ന സാഹചര്യം അത് പോലീസിൻ്റെ വീഴ്ച തന്നെയല്ലേ? തീർച്ചയായും പോലീസിന്റെ വീഴ്ച തന്നെന്നാണ് BJP ഒന്നടങ്കം ഈ വിഷയത്തിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് പ്രതിഷേധവും ഉടലെടുത്തിട്ടുണ്ട്. അടിയന്തരമായി പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി, പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടിക്കും ഒരുങ്ങും എന്നുള്ള BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം നാട്ടിൽ തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഒരു വീട് കയറി ആക്രമണം. അത് പഞ്ചായത്ത് അംഗത്തിന് അല്ലെങ്കിൽ BJP പ്രവർത്തകർക്കെന്നല്ല, ഒരു സ്ത്രീക്ക് നേരെ വീട്ടിലേക്ക് കയറി ആക്രമണം നടത്തി എന്നുള്ളതാണ്. തീർച്ചയായും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് ശക്തമായ നിയമ നടപടി എടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് ഒരുങ്ങുക എന്നുള്ളൊരു ഒരുക്കത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ BJP നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് മലയൻകീഴിലാണ് BJP വാർഡ് മെമ്പർക്ക് നേരെ, വനിതാ മെമ്പർക്ക് നേരെ ആക്രമണമുണ്ടായത്. അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഗുണ്ടാ സംഘങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. അതായത് ഇവരുടെ ഈ മെമ്പറുടെ മകളുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുക്കാൻ ശ്രമിക്കുന്നു. അത് സഹോദരൻ, അതായത് മകൻ ചോദ്യം ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ വീട്ടിലെത്തി ഈ ഗുണ്ടാ സംഘങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് BJPയുടെ ആരോപണം. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ജീവനക്കാരന് നേരെ രോഗിയുടെ ആക്രമണം. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ബാബുവിൻ്റെ തലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ശ്വാസം മുട്ടലായി വന്ന സെബാസ്റ്റ്യനാണ് ആക്രമിച്ചത്. ICUവിൽ വെച്ചായിരുന്നു സംഭവം. തലയ്ക്ക് പരിക്കേറ്റ സുരേഷ് ബാബുവിൻ്റെ കഴുത്തിനും പൊട്ടലുണ്ട്. ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഈ കൊല്ലം ജില്ലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകം നടന്ന സംഭവം മൂലം ഉണ്ടായത് കൊല്ലം ജില്ലയിലാണ്. തുടർച്ചയായി ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. വേണ്ടത്ര സുരക്ഷാ ജീവനക്കാരൊന്നും ആശുപത്രിയിലില്ലേ? കാരണം ആ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിന് ശേഷം ആശുപത്രി സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും CCTV ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ആരോഗ്യവകുപ്പ് പലപ്പോഴായി പറയുമ്പോഴും വാഗ്ദാനം ചെയ്യുമ്പോഴും പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണല്ലോ. ഇന്നലെ എന്താണ് ജില്ലാ ആശുപത്രിയിൽ സംഭവിച്ചത്? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ജീവനക്കാർക്ക്, ആശുപത്രി ജീവനക്കാർക്ക് പോലും ആശുപത്രിക്കുള്ളിൽ ജോലി ചെയ്യാൻ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെയില്ല. അതായത് അവർക്ക് സംരക്ഷണമില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ വാർത്ത അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പല വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ജില്ലയിൽ പലയിടത്തും പല സംഭവങ്ങൾ ഡോക്ടർ വന്ദനദാസിന്റെ പ്രമാദമായ കേസുകളടക്കം നടന്ന ഒരു ജില്ലയാണ് ഇത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായത് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയിൽ സെബാസ്റ്റ്യൻ എന്ന ഒരു 65-കാരനാണ് ചികിത്സ തേടി എത്തിയത്. അയാൾക്ക് രോഗം മുറിച്ചതോടെ ICUവിലേക്ക് മാറ്റുകയായിരുന്നു. അയാൾക്ക് ശ്വാസമുട്ടും അതുപോലെ തന്നെ പനിയും ഛർദിയൊക്കെ ആയിരുന്നു. അങ്ങനെ ICUവിൽ എത്തിയപ്പോൾ അവിടെ ചികിത്സയിൽ ഇരുന്ന സമയത്താണ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റായ ഒരാളെ ആക്രമിച്ചത്. സുരേഷ് ബാബു എന്നാണ് അയാളുടെ പേര്. അതിക്രൂരമായ ആക്രമണം ആണ് ഏൽക്കേണ്ടി വന്നത്. ഈ ട്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ്, ട്രിപ്പ് നമ്മൾ രോഗികൾക്കായിട്ട് ഇടുന്ന സ്റ്റാൻഡ് എടുത്താണ് അടിച്ചത്. ആ ഒരു മർദ്ദനത്തിൽ തന്നെ അയാളുടെ നെറ്റിക്ക് നല്ല പരിക്കേറ്റു. അതുപോലെ തന്നെ കഴുത്തിന്റെ പിൻഭാഗത്തായി പൊട്ടലുകൾ ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏറ്റത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അയാളെ എല്ലാവരും കൂടി ചേർത്ത് താങ്ങിയാണ് ആംബുലൻസിലേക്കൊക്കെ കയറ്റുന്നത്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു മർദ്ദനത്തിന് ഈ ഇരയായിട്ടുണ്ട് സുരേഷ് ബാബു എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ സുരേഷ് ബാബുവിനെ സമീപത്തുള്ള പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മാറ്റിയത്. അപ്പോൾ ഇതൊരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പ്രധാനമായി സൂചിപ്പിക്കാനുണ്ട്. ഈ ചികിത്സ തേടി എത്തിയ ആൾ, ഈ മർദ്ദിച്ച ആൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന്, മാനസിക വിഭ്രാന്തിയുള്ള ആളാണെന്ന് അയാളുടെ വീട്ടുകാർ ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ സെബാസ്റ്റ്യൻ എന്ന ആൾ വയോധികൻ ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായി പരിക്കേറ്റ സുരേഷ് ബാബുവിനെ ഞാൻ പറഞ്ഞതുപോലെ മറ്റേ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇയാൾക്ക് ഇത്തരം മാനസിക വിഭ്രാന്തിയുള്ള ആളായതുകൊണ്ടാവാം ഒരുപക്ഷെ ഈ വീട്ടുകാർ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനിത്. പക്ഷെ എങ്കിൽ പോലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയിൽ ഈ രീതിയിൽ അക്രമ സംഭവങ്ങൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ അങ്ങനെ ന്യായീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ലഘൂകരിക്കാൻ കഴിയില്ല. കടുത്ത നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പോലീസ് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അറിയാം, നമുക്ക് കാണാൻ തന്നെ കഴിയും. അതായത് ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിരിക്കുന്നത്. നെറ്റിയിൽ നല്ല മുറിവാണുള്ളത്. അതുപോലെ തന്നെ കഴുത്തിന്റെ പിന്നിലും നല്ല പൊട്ടലുകളും ഈ സുരേഷ് ബാബുവിന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ആ അക്രമത്തിന്റെ സ്വഭാവം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവും. തന്നെയല്ല, ഇത്രത്തോളം പ്രകോപനം ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നുള്ളതാണ് കൃത്യമായി അന്വേഷിക്കേണ്ടത്. അതായത് ചികിത്സ തേടി എത്തിയ രോഗിയാണ്. രോഗികൾക്ക് പല മാനസികാവസ്ഥകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഒരുപക്ഷെ ചെയ്തതാവാം. അതെന്താണ് അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് എത്തിയതെന്നടക്കം അന്വേഷിക്കേണ്ടതാണ്. നിലവിൽ ആശുപത്രി അധികൃതർ പോലീസിൽ തങ്ങൾക്ക് പരാതിയില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസ് എന്തായാലും സംഭവത്തിൽ അവിടെ എത്തിയാലും ജില്ലാ പോലീസിലെ പോസ്റ്റ് സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവിടെ പോലീസ് അവിടെ എത്തേണ്ടതാണ്, എത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങളുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്താണ് നടന്നതെന്നടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ അക്രമം നടത്തിയ ആളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി മനോനില ചികിത്സയൊക്കെ തേടിയ ആളാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് തുടർ നടപടികളിലേക്കൊന്നും നീങ്ങാത്തത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അത് ഉറപ്പായും ഉണ്ടാവണം. കാരണം ആരോഗ്യ പ്രവർത്തകർ അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് ചെയ്യുന്നവരാണ്. ഉറക്കം നിന്ന് ജോലി ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അവർക്കൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നുള്ളത്? ഈ സുരേഷ് ബാബുവിനോടൊപ്പം ജോലി ചെയ്ത സഹ ജീവനക്കാരുടെ സുരേഷ് ബാബുവിന് നേരെ മാത്രമാണോ ആക്രമണം ഉണ്ടായത് വിനീഷ്? അതോ മറ്റാർക്കെങ്കിലും നേരെ ഈ രീതിയിൽ ഈ സെബാസ്റ്റ്യൻ പരാക്രമം കാട്ടിയോ? ഈ സമയം എങ്ങനെയാണ് ഈ രോഗിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത്? ടോം, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അസുഖം മൂർച്ഛിച്ചതോടെയാണ് ഇയാളെ ICUവിലേക്ക് മാറ്റിയത്. അപ്പോൾ ICUവിൽ സുരേഷ് ബാബു ആയിരുന്നു ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഇയാൾക്ക് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായി. ഈ തർക്കമാണ് ഈ പ്രകോപനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതും സുരേഷ് ബാബുവിനെ ആക്രമിച്ചതും. അപ്പോൾ അതാണ് ആ ഒരു ഇതിലേക്ക് ചികിത്സക്കിടയിലുണ്ടായ ചില തർക്കങ്ങളാണ് ഈ ഒരു അക്രമത്തിലേക്ക് വഴിവെച്ചത് തന്നെ. പക്ഷേ സമീപനം പാലിക്കേണ്ടവർ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ. അവരിൽ നിന്നുണ്ടാകുന്ന ചില
സമീപനങ്ങൾ നമുക്ക് ചില ആശുപത്രികളിൽ ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രോഗിക്ക് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാവാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതർ പരാതിക്കോ അങ്ങനെയൊന്നും പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേർക്കും ചികിത്സ ലഭ്യമായിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ തന്നെ ഈ ചികിത്സയ്ക്ക് വന്ന ആൾ ഇപ്പോഴും ജില്ലാ ആശുപത്രിയിൽ തന്നെ ചികിത്സ നൽകുന്നു. ആക്രമിച്ച ആൾക്ക് വീണ്ടും ആരോഗ്യ പ്രവർത്തകർ ചികിത്സ നൽകിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ അവരെ സഹപ്രവർത്തകനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. അയാളെ പെട്ടെന്ന് തന്നെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടത് കേട്ടോ. വ്യക്തമാണ്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകി. എന്തായാലും ഏറെ നിർഭാഗ്യകരമായൊരു സംഭവമാണ് കൊല്ലം ജില്ലാശുപത്രിയിൽ ഉണ്ടായത്. അവിടുത്തെ ജീവനക്കാരന് നേരെ, നഴ്സിംഗ് അസിസ്റ്റന്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. എറണാകുളം കാലടിയിൽ റെയിൽവേ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി പെൺകുട്ടി ജീവനൊടുക്കിയ സംഭവത്തെക്കുറിച്ച് കേട്ടു. പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം കാലടിയിൽ റെയിൽവേ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ആടി പെൺകുട്ടി ജീവനൊടുക്കി. ഇളമ്പകപ്പള്ളി സ്വദേശി അഞ്ജന ബിജുവാണ് മരിച്ചത്. മൃതദേഹം ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തി പെൺകുട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഒരു ചെറിയ പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയാണ് ജീവനൊടുക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ടോം, എന്തായാലും നമുക്ക് ഇതിലെ കാരണം വ്യക്തമായിട്ടില്ല. ഇത് ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം ഉണ്ടായത്. കുട്ടി കോളേജ് വിദ്യാർത്ഥിയാണ്. കോളേജിലേക്ക് പോകുന്നതിനിടയിലാണ്, പോകുന്നത് വഴിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യക്ക് ശ്രമിച്ചത്, ആത്മഹത്യ ചെയ്തത്. പുഴയിൽ നിന്നും പാലത്തിൽ നിന്നും ചാടുകയായിരുന്നു. പെട്ടെന്ന് ആളുകൾ ഇത് കാണുകയും രക്ഷപ്പെടുത്തിയെങ്കിൽ പോലും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇളമ്പള്ളി സ്വദേശി അഞ്ജന ബിജു ആണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നുമൊക്കെ മാതാപിതാക്കളിൽ നിന്നൊക്കെ മൊഴി എടുക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വലിയ ദാരുണമായ സംഭവം തന്നെയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉടനെ കുടുംബത്തിന് കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി കോളേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമാണോ ഈ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. സഹപാഠികളുടെയും കുട്ടിയുടെ മാതാപിതാക്കളുടെയൊക്കെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പോലീസ് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം വ്യക്തമല്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. ടോം, സ്വാഭാവികമായ ആ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾ ജീവനെടുക്കുന്നതിന് സ്വാഭാവിക ഒരു വ്യക്തമായൊരു കാരണം കാണും. ഇന്നത്തെ കാലത്ത് ഈ കൗമാരപ്രായം അതൊരു ഏറെ സംഘർഷഭരിതമായ ഒരു കാലഘട്ടമാണ്. മാനസിക പ്രശ്നങ്ങളുണ്ടാകാം, ഡിപ്രഷൻ കാണാം, അതല്ലെങ്കിൽ മറ്റെങ്കിലും പ്രണയബന്ധങ്ങളുടെ വിഷയമാകാം.
ഒരുപക്ഷെ ഈ കുടുംബത്തിലെ വീട്ടിലെ പ്രശ്നങ്ങളാകാം, ഈ പഠനവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വിഷയങ്ങളാകാം. ആ പല തലങ്ങളെ കുറിച്ചൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ നവമി? ഉണ്ട് കേട്ടോ. എന്തായാലും പോലീസ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് പുഴക്കരയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞത് തന്നെ ഇത് ഒരു ആത്മഹത്യാ ശ്രമം എന്നാണ്. എന്തായാലും കുടുംബത്തിൽ നിന്ന് വിവരങ്ങൾ തേടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കോളേജ് വിദ്യാർത്ഥിയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നതിൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു മകൾ വിട്ടുപോയതിന്റെ ഒരു മാനസിക വിഷമത്തിലാണ് കുടുംബാംഗങ്ങളും. എന്തായാലും അവരിൽ നിന്നും ഇപ്പൊ കുടുംബത്തിൽ എന്തെങ്കിലും മാതാപിതാക്കളുമായിട്ട് തർക്കമുണ്ടായതോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ കോളേജിൽ നിന്ന് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായതാണോ ഈ ആത്മഹത്യക്ക് കാരണം എന്നതിലൊക്കെ പോലീസ് വ്യക്തത തേടുന്നുണ്ട്. എന്തായാലും അന്വേഷണം അതൊക്കെ പരിശോധിക്കേണ്ടതാണ്. നവമി, അവിടെ നിന്ന് ബാഗോ അല്ലെങ്കിൽ ഫോണോ മറ്റു ആത്മഹത്യക്കുറിപ്പോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? പെൺകുട്ടിയുടെ സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ടോ? ഈ ഫോൺ പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ കഴിയുമല്ലോ. ആ തലങ്ങളിലേക്ക് അന്വേഷണം നീങ്ങുന്നുണ്ടോ? എന്തായാലും പോലീസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വിധത്തിലും എന്താണ് ആത്മഹത്യക്ക് കാരണം എന്നതിലൊരു ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇതുവരെയും മറ്റു വിവരങ്ങളൊന്നും പോലീസിൽ നിന്നും ലഭ്യമായിട്ടുമില്ല. ഇതൊരു ആത്മഹത്യയാണെന്ന് മാത്രമാണ് പോലീസും അറിയിക്കുന്നത്. കുടുംബാംഗങ്ങളിൽ നിന്നും കുട്ടിയുടെ ഫോൺ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാ കുറിപ്പ് ഇത് കണ്ടെത്താൻ സാധിക്കുമോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. യെസ്, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കാലടിയിലാണ് രാവിലെ ഒരു പെൺകുട്ടിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പോലീസ് വിശദമായ അന്വേഷണം നടത്തും. തിരുവനന്തപുരം നെട്ടയത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം CPM BJP സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ കല്ലേറിലും ലാത്തിചാർജിലും 4 BJP പ്രവർത്തകർക്കും 5 പോലീസുകാർക്കും പരിക്കേറ്റു. അതേസമയം സംഭവം രാഷ്ട്രീയ സംഘർഷമല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രഞ്ജിനി എന്ന പുള്ളിക്കാരി പരാതി തന്നിട്ടുണ്ട്. പ്രദർശനം പിന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന എന്നുള്ള രീതിക്കാണ് പരാതി കൊടുത്തിരുന്നത്. രഞ്ജിനി എന്ന് പറയുന്നത് ബിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് പരാതി കൊണ്ട് കൊടുത്തത്. ഈ പരാതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് അവർ വന്നിട്ടില്ല, പരാതിക്കാർ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് വന്നാൽ മതി, തിരികെ വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വീടെത്തുന്നതിന് മുന്നേ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ബിനു എന്ന പുള്ളിക്കാരനാണ് അടിച്ചത്. ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള മെമ്പറല്ല. അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടായത്. ഈ ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നെ മുമ്പും ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് എൻ്റെ കല്യാണമൊന്നും നടത്തിക്കില്ല, എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ അടുത്ത് പോയി തൂങ്ങിത്തേവനൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഈ സംഭവം നടന്ന സമയത്ത് നമ്മളാരും വിളിച്ചറിയിച്ചതല്ല. ഇങ്ങനെ ഒരു സുനിൽ എന്ന പയ്യൻ ഒരു പാർട്ടി പ്രവർത്തനമല്ല, ഒരു പാർട്ടിയിൽ മെമ്പറുമല്ല. അതും ഒരു ദുശീലങ്ങൾ, സിഗരറ്റ് വലിയ, പുക വലിയ, മദ്യപാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ശീലമില്ലാത്ത പയ്യനാണ്. അപ്പം ഇങ്ങനെ ഒരു പാവപ്പെട്ട പയ്യന് ഇങ്ങനെ ഒരു സംഭവം നടന്നു അറിഞ്ഞ് നാട്ടുകാർ തടിച്ചു കൂടിയതാണ്. അത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് മതക്കാരായിക്കോട്ടെ. അപ്പോൾ ഒരു നടുക്ക് പോലീസ് നിൽപ്പുണ്ടായിരുന്നു. അതിന് പുറകിലോട്ടാൽ അവരിങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി പോലീസ് നടുക്ക് കാവലായിരുന്നു. അപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടപ്പം പോലീസ് സൈഡ് ഒതുക്കി കൊടുത്തു. ഈ വരുന്ന സമയത്ത് ബിനുവിൻ്റെ കാറാണ് കണ്ടപ്പോൾ ഇവിടുന്ന് നാട്ടുകാരെല്ലാം തടയാൻ തുടങ്ങി. പോലീസ് വന്ന് വഴി ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോഴാണ് അവിടെ നിന്നൊരു പ്രതികരണം ഇങ്ങോട്ടുണ്ടായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ടായി. അപ്പം അല്ല, അവിടെ നിന്ന് ആക്രമിക്കാൻ വന്ന് പിന്നെ എന്തൊക്കെയോ ആയുധങ്ങൾ, മാരകായുധമൊന്നും പറഞ്ഞല്ല, വിറവും കഷ്ണങ്ങൾ, കമ്പ് ഇങ്ങനെ ഉണ്ടായത്. അപ്പം ഇത് എന്താണ് നാട്ടുകാർ ഈ സൈഡിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതലും ഈ സൈഡിൽ നാട്ടുകാരാണുള്ളത്. അത് ഒരിക്കലും പാർട്ടി ബേസിലാണ് ഇവിടെ നിന്നത്. സംഭവത്തിൽ വട്ടിയൂർക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു. സാരംഗ്, കഴിഞ്ഞ രാത്രി വലിയ ഭീകരാന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. ചെറിയ അയൽവാസികൾ തമ്മിലുള്ള ചെറിയ തർക്കം രാഷ്ട്രീയ സംഘർഷമായി മാറുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോഴും അവിടുത്തെ സ്ഥിതി എന്താണ്? ഒരു സംഘർഷ സാധ്യതയുണ്ടോ? പോലീസ് എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ?
ടോമ, കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിൻ്റെ ഒരു തുടർചലനങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. അതായത് അവിടെ ഇപ്പോൾ ക്രമസമാധാന നില പഴയ രീതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ, അതായത് ഇതിന് തുടർ സംഘർഷങ്ങൾ മറ്റും ഉണ്ടാകാനുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് പോലീസ് ഇവിടെ തുടരുന്നുണ്ട്. എന്തിനായാലും ചെറിയൊരു വിഷയമാണ് ഇത് ആരംഭിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവർ തമ്മിലുള്ള ഈ ബിനുവും സുനിൽ തമ്മിലുള്ള വിഷയം കാലങ്ങളായിട്ടുള്ളതാണ്. ഇവർ ബന്ധുക്കളാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ചെറിയൊരു അസ്വാരസ്യങ്ങൾ അതിർത്തി തർക്കത്തിലേക്ക് അടക്കം എത്തിയിരുന്നു. അവർ തമ്മിലുള്ള വലിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അത് പിന്നീട് പരാതിയായി വരികയും അത് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന രീതിയിലേക്ക് അടക്കം എത്തിയതും പിന്നീട് അത് ഈ ഒരു സുനിലിനെ മർദ്ദിക്കുന്ന അടക്കമുള്ള രീതിയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ സംഘർഷം. അതായത് പ്രധാനമായും പോലീസ് പറയുന്നത് ഈ ഒരു ബിനുവിനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുവാൻ BJP പ്രവർത്തകർ അടക്കം ചേർന്ന് കാറിൽ ഇവിടേക്ക് എത്തുമ്പോൾ ആ സമയത്ത് തടിച്ചുകൂടിയ നാട്ടുകാരും ഈ ഒരു BJP പ്രവർത്തകർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു സംഘർഷമാണ് നമ്മൾ ദൃശ്യങ്ങളിലടക്കം കണ്ടത്. ഇതൊരു രാഷ്ട്രീയ സംഘർഷം തന്നെയല്ല, ഇതൊരു കുടുംബ വഴക്ക് പിന്നീട് അത് നാട്ടുകാരിലേക്ക് എത്തുകയും നാട്ടുകാരിൽ പിന്നീട് അത് സംഘം ചേർന്നുകൊണ്ട് പാർട്ടി സംഘർഷമായി മാറുകയും ചെയ്യുകയായിരുന്നു. സുനിലിനെ പറ്റിയ നാട്ടുകാരുടെ അഭിപ്രായമെല്ലാം നമ്മൾ വിശദമായി അന്വേഷിച്ചതാണ്. അവിടെ യാതൊരുവിധ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ ഒരു മർദ്ദനമേറ്റ വിഷയത്തിൽ നാട്ടുകാർ ഇടപെടുകയും ബിന്നിലിനെതിരെ തിരികുകയും ചെയ്യുകയായിരുന്നു. ബിന്നിലിന് സംരക്ഷണം നൽകിക്കൊണ്ടാണ് ഈ BJP പ്രവർത്തകർ രംഗത്ത് വന്നത്. അങ്ങനെയാണ് നാട്ടുകാരും BJP പ്രവർത്തകരും ഒപ്പം ഈ ഒരു പോലീസുമായി നടന്നിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടായത്. പക്ഷേ അതേ സമയത്ത് BJP പ്രവർത്തകർ ആരോപിക്കുന്ന മറ്റൊരു വിഷയം CPM സംരക്ഷണം നൽകി, അതായത് CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് BJP പ്രവർത്തകരെ ആക്രമിച്ചു, ഒപ്പം തന്നെ പോലീസ് ഇതിന് ഒത്താശ ചെയ്തു എന്നടക്കമാണ് BJP ഉയർത്തുന്ന ഒരു വിവരം. എന്ത് തന്നെയായാലും ഇതിൽ പോലീസ് ഇരു കൂട്ടർക്കുമെതിരെ ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സത്യസന്ധമായിട്ടുള്ള, അതായത് എന്താണ് ഈ വിഷയത്തിൽ ഈ ഒരു നഗ്നതാ പ്രദർശനം അടക്കം വ്യാജപരാതിയാണെന്നാണ് ഇപ്പോൾ സുനിലടക്കം പ്രതികരിച്ചിരിക്കുന്നത്. അതിലടക്കം അന്വേഷണം വേണ്ടിയിരിക്കുന്നു. എന്ത് തന്നെയാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. സംഭവത്തിൽ ആർക്കെങ്കിലും എതിരെ കേസെടുത്തിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാടെന്ന് അറിയണം. മാത്രമല്ല, ഇനിയും വീണ്ടും അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, അങ്ങനെയൊരു പ്രശ്നബാധിത സ്ഥലമല്ല ഈ ഒരു മലമുകൾ എന്നൊരു പ്രദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക പ്രശ്നം അത് വലിയ രീതിയിൽ വളർന്ന് വലുതാവുകയായിരുന്നു. പക്ഷേ അപ്പോഴും പോലീസിൻ്റെ ഒരു ശ്രദ്ധ ഇവിടെ ഇപ്പോഴും ഉണ്ട്. പോലീസുകാരുടെ സാന്നിധ്യം ഇവിടെ ഇപ്പോഴും തുടരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. രാവിലെ അടക്കം അവിടെ പോലീസുകാരുണ്ടായിരുന്നു. കാരണം ഇതൊരു അടുത്തടുത്ത വീടുകൾ തന്നെയാണ്. അതൊരു വാക്തർക്കം അടക്കം ഉണ്ടായാൽ അത് വീണ്ടും വലിയൊരു സംഘർഷത്തിലേക്ക് എത്താനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. അത് രാഷ്ട്രീയമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് പോലീസ് ഇവിടെ തുടരുന്നുണ്ട്. എന്തായാലും മാത്രമല്ല, ജനങ്ങൾ ക്രമസമാധാനം പാലിക്കണമെന്നും ഇത്തരത്തിലുള്ള അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ തന്നെ നാട്ടുകാർക്കും ഒപ്പം ഈ ഒരു വ്യക്തികൾക്കും നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ രണ്ട് കൂട്ടർക്കെതിരെയും, അതായത് പോലീസിനെ ആക്രമിച്ചു എന്ന രീതിയിൽ ഇപ്പോൾ ഇരു കൂട്ടർക്കെതിരെയും BJP പ്രവർത്തകർക്കെതിരെയും ഒപ്പം നാട്ടുകാർക്കെതിരെയും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തുതന്നെയായാലും ഈ ഒരു വിഷയം അത് ഒരുപാട് കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു നഗ്നതാ പ്രദർശനം നടത്തിയതിലടക്കം കഴമ്പുണ്ടോ അല്ല ഈ ഒരു ആക്രമണ സംഭവത്തിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ നിഷ്ക്രിയത്വം പാലിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു കേസെടുത്ത് മുന്നോട്ട് പോവുക മാത്രമല്ല, ഇതിന്റെ പിന്നാമ്പുറങ്ങൾ, അത് രാഷ്ട്രീയ പശ്ചാത്തലമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. കാരണം നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ സംഘർഷമല്ല, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം ആ തലങ്ങളിലേക്ക് നീങ്ങിയതാണെന്ന്. പക്ഷെ നിലവിൽ ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഒരു പശ്ചാത്തലമാണോ അവിടെ ഉള്ളത്? കാരണം രണ്ട് വിഭാഗങ്ങൾ CPM-ഉം BJP-യും ചേരിതിരിഞ്ഞ് നിൽക്കുന്നു. അതാണ് പിന്നീട് വലിയ അക്രമ സംഭവങ്ങളിലേക്ക് വഴിമാറിയത്. പോലീസിന് നേരെ പോലും ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായും BJP-യുടെ ആരോപണം അത്തരത്തിലാണ്. കാരണം ഒരു ഭാഗത്ത്, അതായത് ഇവിടെ എത്തിയിരിക്കുന്ന BJP പ്രവർത്തകർ എന്ന് പറയുന്നത് ഈ പ്രാദേശിക നേതാക്കന്മാരോ പ്രാദേശിക പ്രവർത്തകരല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ ഒരു ബിന്നിലിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തിയവരാണ്. പിന്നീട് അത് പ്രക്ഷോഭമായി മാറുകയും പിന്നീട് ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. അവരാരും ഈ പ്രദേശവാസികളല്ല എന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. അവർ പുറമേ നിന്നും ഇവിടേക്ക് എത്തിയതാണ്. അവർ മനഃപൂർവ്വം ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. പക്ഷേ അതേസമയം BJP പ്രവർത്തകർ ആരോപിക്കുന്ന മറ്റൊരു വിഷയം, കോൺഗ്രസ് പ്രവർത്തകരും CPM പ്രവർത്തകരും ആസൂത്രിതമായി BJP പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. ഒപ്പം
ഈ ഒരു വ്യക്തിക്ക് സംരക്ഷണം നൽകുകയും ഇതൊരു രാഷ്ട്രീയ വിഷയമായി അവർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഒപ്പം തന്നെ പോലീസ് ഇവർക്ക് ഒത്താശ ചെയ്തു എന്നടക്കമാണ് BJP പ്രവർത്തകർ ഉയർത്തുന്ന ഒരു വാദം. അങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഒരു സംഘർഷത്തിന്റെ രൂപം മാറുന്നത്. എന്ത് തന്നെയായാലും ഇതിൽ അങ്ങോട്ടും ഇരു തരത്തിലേക്കുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇരു പാർട്ടികളും ഉന്നയിക്കുന്നുമുണ്ട്. എന്ത് തന്നെയായാലും ഇതിൽ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളടക്കമുള്ളവർ പ്രതികരിച്ചിട്ടില്ല. കാരണം ഒരു പ്രാദേശിക വിഷയം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിന് കൂടുതൽ മാനങ്ങളിലേക്ക് എത്തുമോ എന്ന കാര്യം അത്ര കണ്ട് സാധ്യതയില്ല. കാരണം ഇത് നാട്ടുകാരുടെ ഇടയിൽ തന്നെ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ളൊരു നീക്കം തന്നെ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. എന്ത് കഴിഞ്ഞാൽ പോലീസ് ഇത് കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഇന്നും നാളെയും തന്നെ അവിടെ ശക്തമായ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടവർ, അതായത് ഇപ്പോൾ പോലീസിനെ ആക്രമിച്ചവരുണ്ട്, ഒപ്പം തന്നെ മറ്റുള്ളവരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചവരുണ്ട്. ഇതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട സുനിലിനെ ആക്രമിച്ച, അതായത് ബിനിൽ ഉൾപ്പെടെയുള്ള ഒരു സംഘമാണ് വാഹനത്തിൽ വരികയായിരുന്ന സുനിലിനെ ആക്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയും അറസ്റ്റ് ചെയ്ത് പോലീസ് നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം സുനിലിനെ ശരീരത്തിൽ ഈ ഒരു മർദ്ദനമേറ്റ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ കടക്കുന്നൊരു കാര്യം. അതിനൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് അനാവശ്യമായ പല സംഘർഷങ്ങളിലേക്ക് എത്തും. അത്തരത്തിലൊരു തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? വ്യക്തമാണ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിനായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ. മൂന്നാറിൽ ഇന്തോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരുകയാണ്. ഇരു രാജ്യങ്ങളും വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. 50-ലധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും മാത്രം പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, നമുക്കറിയാം കേരളത്തിലെ പല ചലച്ചിത്ര താരങ്ങൾ പോലും പ്രതിക്കൂട്ടിലായ ഒരു കേസ് കൂടിയാണ് ഈ ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം പോലും ഉണ്ടായി. തുടക്കത്തിൽ നിരവധി വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തെങ്കിലും അതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ അന്വേഷണം ഇനി ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? ടോം, അതീവ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും, ഭൂട്ടാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും എല്ലാം തന്നെ ഈ ഒരു ഇടപാടിനെ, ഇങ്ങനെയൊരു അനധികൃതമായ കച്ചവട സംഭവത്തെ കാണുന്നത്. ഇത് നികുതി വെട്ടിക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇടപാടുകൾ ഉണ്ടോ എന്നതുകൂടി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ കിട്ടുന്ന പണം അത് ഏത് രീതിയിലുള്ളതാണ്, ആരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്നതടക്കം ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം ഇത് കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഇത് അന്വേഷിക്കുന്നത്. ഭൂട്ടാനിൽ കണ്ടും ചെയ്യുന്ന വാഹനങ്ങൾ അത് പിന്നീട് അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എടുത്ത് ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഇടങ്ങളിലൂടെയാണ് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോക്താക്കൾ അവർക്ക് ഒരുപക്ഷെ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ഏത് രീതിയിൽ അറിയാം എന്നതിനെക്കുറിച്ച് ഇതുവരെയും വ്യക്തമായൊരു സൂചനകളില്ല. അവരെല്ലാം തന്നെ ഇത്തരം ഈ വാഹനങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നതും ഉപയോഗിക്കുന്നത് കൊണ്ടും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗവാക്കാകുന്നു എന്നതാണ് അവർ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ നൽകിയ മൊഴികളെല്ലാം. പക്ഷേ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയവർക്കെല്ലാം വ്യക്തമായ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതുവരെയുള്ള വിലയിരുത്തലുകൾ, ഈ നുങ്കൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പരിശോധനകൾ, ഇതെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ ചേരുന്ന യോഗത്തിൽ സമർപ്പിക്കപ്പെടും. അത് പരിശോധിക്കും. കേരളത്തിൽ മാത്രം ഏതാണ്ട് 50ഓളം വാഹനങ്ങൾ ഇതുപോലെ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാജ്യത്തൊട്ടാകെ ആകുമ്പോൾ വലിയ തോതിൽ ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയാണ്. ഏത് രീതിയിലാണ് ഇങ്ങനൊരു കൈമാറ്റം നടന്നിട്ടുള്ളത്, ഇതുവരെ നടത്തിയിട്ടുള്ള ഈ അറസ്റ്റുകൾ, അതെല്ലാം തന്നെ കേവലമായ പേരുകളിൽ ഒതുങ്ങുന്ന ചില ഇടപാടുകാരിലേക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ട് മാത്രം ഈ ഒരു രാജ്യത്ത്, ഇന്ത്യ പോലുള്ളൊരു വലിയൊരു രാജ്യത്ത് ഇങ്ങനെയൊരു ഇടപാടുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ? വലിയ കണ്ണികൾ ഇവർക്കെല്ലാം തന്നെ ഇടയിലുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അന്വേഷണം എത്തിയിട്ടില്ല എന്ന് പൊതുവിൽ ആരോപണം ഉയരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഭൂട്ടാനിലെയും ഇന്ത്യയിലെയും തന്നെ കസ്റ്റംസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ
അന്വേഷണം നടത്താനും വിലയിരുത്തൽ യോഗം, ഒരു അവലോകന യോഗം ചേരാനും തീരുമാനിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നാറിൽ യോഗം ചേരുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ്, ഈ യോഗം ചേർന്നത് കൊണ്ട് ഏത് രീതിയിലുള്ളൊരു നടപടികളിലേക്കാണ് പോകേണ്ടത്, ഒരു സംയുക്തമായി മുന്നോട്ട് പോകേണ്ട മേഖലകളുണ്ട്, അതെന്തെല്ലാമാണ്, അവിടെ ഏതെല്ലാം രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ രൂപരേഖ ഇതിലൂടെ ഉരുത്തിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. യെസ് ഡാനി, ഇത് ഈ വിഷയം കാരണം ഏറെ ഗൗരവമായി കാണേണ്ട സംഭവമായിരുന്നു. പ്രത്യേകിച്ചും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനം എന്ന രീതിയിലേക്കാണ് ഇവിടേക്ക് വലിയ വ്യാപകമായി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തത്. അതിൽ ആഡംബര വാഹനങ്ങളുണ്ടായിരുന്നു. പല പ്രമുഖരും, അതായത് ചലച്ചിത്ര താരങ്ങളടക്കം കബളിപ്പിക്കപ്പെട്ടത് കേസ് കൂടിയാണ്. സംഭവത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ ഭൂട്ടാൻ കസ്റ്റംസ് കാണുന്നത്? മാത്രമല്ല ഇതിൻ്റെ അന്വേഷണത്തിൽ, കാരണം എത്ര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇതുവരെയും അത്തരമൊരു വ്യക്തമായ കണക്കുകളിലേക്ക് ചെല്ലാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലൊരു യോഗം ചേരാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഇടപാടാണ് എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. അതിൽ എവിടെ തുടങ്ങണം എന്നത് തന്നെ വലിയ സംശയത്തിൽ തന്നെയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും വാഹനങ്ങൾ പിടികൂടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് കുറേയെങ്കിലും നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതിന് പുറത്തേക്ക് കേരളത്തിൽ പോലും മുഴുവൻ വാഹനങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് രൂപമാറ്റം വരുത്തി മറ്റേതെങ്കിലും രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നു. അപ്പോൾ ഈ വാഹനങ്ങൾ എവിടെയാണ്, എന്താണ് എന്നതെല്ലാം സംബന്ധിച്ച വിശദമായ രീതിയിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിലൂടെ സമാഹരിക്കുന്ന പണം അത് ആരിലേക്ക് എത്തിച്ചേരുന്നു, അതെന്തിനു ഉപയോഗിക്കുന്നു എന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംയുക്ത യോഗം എന്ന രീതിയിലേക്ക് ചേരാനായിട്ട് തീരുമാനിച്ചത്. ഇന്ത്യയിൽ എത്രത്തോളം വാഹനങ്ങൾ, വലിയൊരു നമ്പർ വാഹനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം തന്നെ ഡാറ്റ വീണ്ടെടുക്കാൻ കഴിയുമോ, ഇതെല്ലാം ഭൂട്ടാൻ വഴി തന്നെ എത്തിച്ചേർന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ യോഗത്തിന് ശേഷം അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവ് ഇനി പോകുന്നത്. ജപ്പാനിൽ ഭൂചലനം. കാലാവസ്ഥ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് അനുഭവപ്പെട്ടത്. മുന്നറിയിപ്പിനെ തുടർന്ന് ആളുകളെ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കുകയാണ്. ബി വിനോദ് ചേരുന്ന ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. വിനോദ്, നമുക്കറിയാം ഈ സുനാമിയുടെ പ്രതിഫലനമൊക്കെ എങ്ങനെയാണ് ലോകത്ത് ഉണ്ടായതെന്ന്. വ്യാപകമായ നാശനഷ്ടങ്ങളൊക്കെ, അതായത് കേരളത്തിലടക്കം അത് ആഞ്ഞു വീശിയതാണ്. ഇത് നിലവിലെ സാഹചര്യം എത്രത്തോളം ആശങ്കാജനകമാണ്? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ ഏത് രീതിയിലാണ് ജപ്പാൻ ഈ വിഷയത്തെ കാണുന്നത്? മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ടോം, തീർച്ചയായും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ജപ്പാനിലെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോഴും അവിടെ ആളുകളെ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു എന്നതാണ്. റിംഗ് ഓഫ് ഫയർ മേഖല, അതിൻ്റെ പടിഞ്ഞാറൻ അറ്റത്തുള്ള 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം, അങ്ങനെയാണ് ജപ്പാനുള്ളത്. ജപ്പാൻ നമുക്കറിയാം, ഇതാദ്യമായിട്ടല്ല സുനാമിയോ അല്ലെങ്കിൽ ഈ ഭൂചലനത്തിൻ്റെയോ ഒക്കെ ആഘാതം ജപ്പാൻ നേരിടേണ്ടി വരുന്നത്. പല കുറി ഇത് ആവർത്തിക്കുന്ന ഒരു നാടാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ ഇടയ്ക്കിടെ അവിടെ സംഭവിക്കുന്നതും. ഏതാണ്ട് 125 ദശലക്ഷം ആളുകൾ ആണ് ഈ ജപ്പാൻ ദ്വീപ സമൂഹത്തിലുള്ളത്. എല്ലാ വർഷവും ഏകദേശം 1500ഓളം ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ അനുഭവപ്പെടാറുണ്ട് എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലോകത്ത് ആകെ നടക്കുന്ന ഭൂചലനങ്ങൾ അതിൻ്റെ 18% സംഭവിക്കുന്നതും ജപ്പാനിലാണ് എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ജപ്പാനിലെ നിർമ്മിതികളെല്ലാം തന്നെ ഈ ഭൂചലനത്തെ നേരിടാൻ തക്ക തരത്തിലുള്ള നിർമ്മിതികളാണ് അവിടെ ഉള്ളത്. എങ്കിൽ തന്നെയും ഈ വലിയ തോതിലുള്ള ഇപ്പോഴത്തെ ഈ 7.4 എന്ന തീവ്രതയിലാണ് ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. സമുദ്രത്തിലുണ്ടായ ഭൂചലനമാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ തോതിൽ തിരമാലകൾ ഉയർന്നു വരാനുള്ള സാധ്യത
ഇപ്പോൾ ഒരു ജാഗ്രതാ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. തീരത്തു നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റിടങ്ങളിലും അവർ സുരക്ഷാ മുൻകരുതലുകൾ സർക്കാരിൻ്റെ തന്നെ വലിയ അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ, പ്രത്യേകിച്ച് സുനാമി അടക്കമുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ, ഭൂചലനം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനെ നേരിടുന്നതിന് തക്കതായ നടപടികൾ അവർക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു രീതി ആ രാജ്യത്തിന് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. പക്ഷേ നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2011 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമിയിൽ അവിടെ മരണപ്പെട്ടത് 18,500 പേരാണ്. അങ്ങനെ ഒരു വലിയ സംഖ്യ മരണം സംഭവിച്ചിട്ടുണ്ട്. ജപ്പാനെ സംബന്ധിച്ച് നേരത്തെയും ഇങ്ങനെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 2011 ഭൂകമ്പത്തിൽ ഇങ്ങനെ 18,500 പേർക്കാണ് അവിടെ ദാരുണാന്ത്യം സംഭവിച്ചത്. അതോടൊപ്പം തന്നെ ഫുകുഷിമ ആണവ നിലയത്തിൽ വൻ ദുരന്തമുണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, ജപ്പാനെ സംബന്ധിച്ച് അവർ അതിജീവിച്ചു വന്ന ഒരു രാജ്യമാണ്. ജപ്പാനിൽ ഉണ്ടായ സൈനിക നടപടിയൊക്കെ നമുക്കറിയാവുന്നതാണ്. പിന്നീട് ആ രാജ്യം ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. പക്ഷേ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ഭൂചലനങ്ങൾ, സുനാമി പോലുള്ള സംഭവങ്ങൾ, അതെല്ലാം തന്നെ ആ രാജ്യത്തെ കാര്യമായി ബാധിക്കുന്നു. ഇന്ത്യക്കാരും ജപ്പാനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ആവശ്യമായ മുൻകരുതലുകൾ എടുത്തു തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ടോം ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിനും വലിയ ഞെട്ടിക്കുന്ന അനുഭവമുണ്ട്. നമുക്കറിയാം, സുനാമിയുടെ ബാക്കി പത്രമായി കേരളത്തിൽ ഉണ്ടായ നാശങ്ങൾ, ആൾനാശം, അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ അവരുടെ തൊഴിലുപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, അതെല്ലാം തന്നെ പേടിപ്പിക്കുന്നൊരു ഓർമ്മയായി ഇന്നും അവശേഷിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായും വിനോദ്, ഇത് ജപ്പാനിൽ ഈ ഭൂചലനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളൊക്കെ നിർത്തിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അതോടൊപ്പം ഏത് രീതിയിലാണ് മുൻകരുതലുകൾ എടുത്തിട്ടുള്ളത്, ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? മറ്റ് രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമോ? ഈ ഭൂചലനം ഉണ്ടായപ്പോൾ തന്നെ ഇതിൻ്റെ പ്രകമ്പനം കിലോമീറ്ററുകൾ അകലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയുള്ള വലിയ കെട്ടിടങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ആഘാതം ഉണ്ടായി. അപ്പോൾ തന്നെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും തുടർ ചലനങ്ങൾക്കുള്ള സാധ്യത അത് ഇപ്പോഴും ഒഴിവായിട്ടില്ല. ഈ ഒരു ഭൂചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് സുനാമി തന്നെയാണ്. സുനാമി മുന്നറിയിപ്പ് അതുകൊണ്ടാണ് നൽകിയത്. വലിയ തരത്തിൽ തിരമാല ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം, അവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ള ടൂറിസ്റ്റുകളെയൊക്കെ, വിനോദസഞ്ചാരികളെയൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യം, അവിടെ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികൾ, അവിടുത്തെ ഫാക്ടറികളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ, തുറമുഖങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക, അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ ഈ അപകടമുണ്ടാവാത്ത തരത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീവ്രതയിൽ വളരെ പെട്ടെന്ന് തന്നെയുള്ള നടപടികൾ. കാരണം ജപ്പാനെ സംബന്ധിച്ച് അവർക്കിത് സുപരിചിതമായ ഒരു കാര്യമാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ സംഭവം ഉണ്ടാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ഏകദേശം 1500ഓളം ഭൂചലനങ്ങളാണ് അവിടെ സംഭവിക്കുന്നതിൽ. ചെറുതും വലുതുമായ ഭൂചലനങ്ങളുണ്ട്. ചിലതൊക്കെ വലിയ അപകടകാരികളല്ലാതെ അവശേഷിച്ചു പോകുന്നു. എന്നാൽ ഈ അവിടുത്തെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത തന്നെയാണ്. 4 പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിലായാണ് ഈ ജപ്പാൻ ഭൂപ്രദേശം ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ നിരന്തരം ഇങ്ങനെ ഭൂചലനത്തിനുള്ള സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് അവിടുത്തെ നിർമ്മിതികളെല്ലാം അവർ സൃഷ്ടിച്ചിട്ടുള്ളതും. എങ്കിൽ തന്നെയും വലിയ ഭൂചലനം ഉണ്ടാകുമ്പോൾ കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. 2011 അത്തരത്തിലൊരു സാഹചര്യമായിരുന്നു. ഏതാണ്ട് 18,500 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള ഭൂചലനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ട്രെയിനുകളുടെ സഞ്ചാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരദേശത്തുകൂടിയുള്ള വാഹന ഗതാഗതം ഉൾപ്പെടെ ഒഴിവാക്കി പൂർണ്ണമായും അവിടെ എല്ലാം ഒരു വിജനമാക്കിക്കൊണ്ട് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടുള്ള നടപടിയിലേക്കാണ് ജപ്പാൻ കടന്നിട്ടുള്ളത്. അത് ആഘാതം കുറയ്ക്കുക എന്നത് തന്നെയാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നത്. വ്യക്തമാണ്. വി വിനോദാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ജപ്പാനെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥാ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ജപ്പാന്റെ വടക്ക് കിഴക്കൻ തീരത്താണ് അനുഭവപ്പെട്ടത്. അവിടുത്തെ
ജനങ്ങളോട്, അതായത് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ജനങ്ങളോട് വീടുകളിൽ നിന്നും മാറാൻ, വീടുകൾ ഒഴിയാൻ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിനുകളടക്കം തൽക്കാലത്തേക്ക് അതിൻ്റെ സർവീസുകൾ നിർത്തിവെച്ച സാഹചര്യമാണ്. ഭരണകൂടം ആ രീതിയിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.